നമസ്കാരം. അവസാനം ഇപ്പോൾ മമ്മൂട്ടിയുടെ നേരെയായി എരപ്പാളിക്കൂട്ടത്തിൻ്റെ മറുകാടൻ എരപ്പാളിയും അയാളുടെ സംഘമിത്രങ്ങളുടെയൊക്കെ യുദ്ധം. മമ്മൂട്ടിയെ ഇപ്പോൾ വെറും ഒരു മുസ്ലിമാക്കി ചുരുക്കണം, മുസ്ലിം തീവ്രവാദിയാക്കി ചുരുക്കണം, അതാണ് അവരുടെ ലക്ഷ്യം. അവസാനം ഇപ്പോൾ നമ്മളുടെ മെഗാസ്റ്റാർ മമ്മൂക്ക അദ്ദേഹത്തിനെ ഒരു തീവ്രവാദിയാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് നമ്മളുടെ എരപ്പാളിക്കൂട്ടം. മറുകാടൻ എരപ്പാളിയും അയാളുടെ സംഘമിത്രങ്ങളും മുഹമ്മദ് അർഷാദ് എന്ന് പറയുന്ന വേറെ ഒരാൾ, അയാളാണ് മമ്മൂട്ടിയുടെ കറുത്ത കൈകൾ. ആ കൈകൾ കൊണ്ട് നടത്തുന്ന കറുത്ത ഇടപാടുകൾ ഇതൊക്കെയും ജനങ്ങളുടെ മുമ്പിൽ പങ്കുവച്ചു. ജനങ്ങൾ ഞെട്ടിപ്പോയി എന്നാണ് പറയുന്നത്. അവരുടെ അങ്ങയുടെ ഈ ഭാര്യ ഒരു സംവിധായികയാണ്, സിനിമ സംവിധായികയാണ്. ഭാര്യ ഇപ്പോൾ ഭാര്യയുടെ വഴിക്ക് പോയെന്നാണ് പറയുന്നത്. അതിൻ്റെ ചുരുക്കാണത്. ഈ പാവം മമ്മൂട്ടി എന്ത് പഠിച്ചൊന്നും അറിയില്ല. അങ്ങനെ മാത്രമാണല്ലോ ഇപ്പോൾ ചാണകം എറിഞ്ഞ് അവരുടെ ശുദ്ധവൽക്കരണം നടത്താത്തത്. അദ്ദേഹത്തിൻ്റെ സിനിമ ജോലിയും ചെയ്ത് നടന ജോലിയും ചെയ്ത് അതിൻ്റെ ശമ്പളവും വാങ്ങിച്ച് കഴിയുന്നത് സാധാരണ മനുഷ്യനാണ്. അപ്പം അദ്ദേഹത്തെയും ഏതെങ്കിലും രീതിയിൽ ഒരു ഇരയാക്കി മാറ്റണം. വേട്ടക്കാരെപ്പോഴും ഇരയെ അന്വേഷിക്കുമല്ലോ. മലയാള സിനിമാ രംഗത്തെ കറുത്ത ഇടപാടുകൾ അത് നടത്തുന്ന ഒരു മാഫിയ സംഘത്തിൻ്റെ തലവനൊക്കെ ആയിട്ടാണ് മമ്മൂക്കയെ ചിത്രീകരിക്കുന്നത്. സംവിധായക പുഴു സിനിമയുടെ സംവിധായകയുണ്ട് റത്തീന. ഇവരുടെ കുടുംബ ബന്ധം തകർന്നു, വ്യവസായ ബന്ധങ്ങൾ തകർന്നു, വ്യവസായ തകർച്ചയുണ്ടായി. അതിന് കാരണക്കാരൻ രാജേഷ് എന്ന് പറയുന്ന ഒരാൾ, രാജേഷ് കൃഷ്ണ എന്ന് പറഞ്ഞ ആൾ. അതിൻ്റെ പുറകിൽ നിൽക്കുന്ന ഈ രാജേഷ് കൃഷ്ണയെ നിയന്ത്രിക്കുന്നത് മമ്മൂക്ക എന്ന അർത്ഥത്തിലാണ് കാര്യങ്ങൾ നീക്കിയത്. തൻ്റെ ഭാര്യ റത്തീന സംവിധാനം ചെയ്തിട്ടുള്ള മമ്മൂട്ടി അഭിനയിച്ച പുഴു എന്ന സിനിമ അത് ഹിന്ദു സമൂഹത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ചെയ്ത സിനിമയാണെന്ന് ഞാൻ പലരോടും ചോദിച്ചു ഇതിനിടയിൽ. ഞങ്ങൾ ഈ സിനിമ കണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ എവിടെയും തോന്നിയിട്ടില്ല. എന്താ അവർ പഠിച്ചവരും ബുദ്ധിയില്ലാത്തവരാണോ? പുഴു സിനിമ ഒന്നും ഇത്രയും കാലമായിട്ട് ആരും പറഞ്ഞിട്ടില്ല. ഇപ്പോഴാണ് മാന്തി പൊന്തിക്കുന്നത്. മമ്മൂട്ടിയുടെ ചില നിർബന്ധങ്ങളും ഇടപെടലുകളും ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ ഇയാൾ ഷർഷാദ് മറുകാടൻ എരപ്പാളി അയാൾ നടത്തുന്ന സൂപ്പർ ഫാന്റാസ്റ്റിക് ചാനൽ, യൂട്യൂബ് ചാനൽ, അതിലാണ് അഭിമുഖം കൊടുത്തിട്ടുള്ളത്. അപ്പം തന്നെ തേർഡ് റേറ്റ് ആണെന്ന് വന്നല്ലോ ഇതൊക്കെയും. അയാളെ സംബന്ധിച്ചിടത്തോളം മമ്മൂട്ടിയുടെ മൗനമാണ് ഇപ്പോൾ അയാളുടെ പ്രശ്നം. മമ്മൂട്ടി മൗനം വഞ്ചിക്കണം, എന്നിട്ട് താഴോട്ട് ഇറങ്ങി വരണം, എന്നിട്ട് അടിപിടി ഉണ്ടാക്കണം. അതിൻ്റെ പേരാണ് ഇപ്പോൾ ഈ ഞോണ്ടിക്കുരി വെച്ചിട്ടുള്ള മമ്മൂട്ടിയുടെ മേലെ. ഇത് സംഘപരിവാർ എപ്പോഴും എന്തെങ്കിലും കാര്യം വരുമ്പോൾ അങ്ങനെ അടുത്ത് പോകും. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഉള്ളിൻ്റെ ഉള്ളിൽ മുസ്ലിമായിട്ട് പിറന്ന് മുഹമ്മദ് കുട്ടിയെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് അതങ്ങനെ തന്നെ കാണാൻ പറ്റുള്ളൂ. പിന്നെ അടി മുതൽ മുടി വരെ ഇസ്ലാമോഫോബിയ എന്ന രോഗവുമായിട്ട് നടക്കുന്ന മറുകാടൻ എരപ്പാളിക്ക് അയാൾക്കും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, വേറൊന്നും അയാൾക്കും ചെയ്യാൻ പറ്റില്ല. ഇത്രയും കാലമായിട്ട് തൻ്റെ ജോലിയും ചെയ്ത് യാതൊരു വിധത്തിലുള്ള ഒരു മെഗാ സ്റ്റാറിസവും കാണിക്കാതെ ജോലി ചെയ്യുന്നു, വീട്ടിലേക്ക് പോകുന്നു, അത്രയേ ഉള്ളൂ.
അയാളെ മെക്കെട്ട് അയാൾ ആ പോക്കിനിടയിൽ അയാളുടെ മെക്കെട്ടേക്ക് ചാണകം വാരി ഒഴിക്കാൻ ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴും കഴിഞ്ഞു എന്നല്ല പറഞ്ഞത്, ശ്രമം നടക്കുന്നുണ്ടെന്ന് പറയുകയാണ്. ഇതിനു മുമ്പ് തിലകൻ കേസ് വന്ന സമയത്ത് മമ്മൂട്ടിയെ ഹിന്ദു വിരോധിയായിട്ടും ഈഴവ വിരോധിയൊക്കെ ആയിട്ട് ചിത്രീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് പിന്നെ അത്ര വലിയ ഒരു പ്രൊജക്ഷനൊന്നും കിട്ടിയിട്ടുണ്ടായില്ല എന്ന് മാത്രം. ഇപ്പോൾ പുഴു സിനിമയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആണ് ഈ കുരുക്ക് ഇടാൻ ശ്രമിക്കുന്നത്. ഇതിൽ ഇത്രയോ അടിസ്ഥാനപരമായിട്ട് ഇത്രയേ ഉള്ളൂ. മമ്മൂട്ടിയുടെ വളർച്ചയിൽ അസൂയ, അതാണ് പ്രധാനപ്പെട്ട കാരണം. എല്ലാ വിധത്തിലുള്ള പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണം അസൂയയാണ്. എൻ്റെ വീഡിയോൻ്റെ അടിയിൽ കമൻ്റ് കാണാം, നീ എവിടത്തെ എന്ന് ചോദിച്ചു. അപ്പോൾ അതിനെന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരാണ് ഞാൻ അതിന് മറുപടി കൊടുക്കണം. അപ്പം നോക്കുന്ന സമയത്ത് അവന് ഒരാളുണ്ടാവും, അവൻ്റെ ഭാര്യയായിരിക്കും സബ്സ്ക്രൈബർ. അപ്പോൾ അത് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചൊറിയുന്നത്. ഞാൻ അപ്പം തന്നെ ബ്ലോക്ക് ചെയ്ത് വിടും. മിക്കതും ഹിന്ദു നാമധാരികളാണ്, ഹിന്ദുക്കൾ തന്നെ. ഫോൺ വിളിക്കുമ്പോഴതെ ആ പേര് കണ്ട ഇന്നൊരുത്ത ഫോൺ വിളിച്ചു, രാജൻ എന്നാണ് തെളിഞ്ഞത്. ഞാൻ ഫോൺ ഓൺ ചെയ്ത് എവിടെയോ പോയി നിന്നു. പ്രതീക്ഷ പോലെ തന്നെ പിന്നെ തെറിവിളിയാണത്. അതങ്ങനെ ആയിക്കോട്ടെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വളർച്ചയ്ക്ക് വിഘാതമിടാൻ, വളർച്ചയ്ക്ക് തടസ്സമിടാൻ വേണ്ടിയിട്ട് മമ്മൂട്ടിയെ ഒതുക്കണം. അത് ശരിക്കും പറയുന്നത് നമ്മളൊരു ബോർവെല്ലിൻ്റെ കുഴിയിലേക്ക് തള്ളിക്കയറ്റണം, അനങ്ങാൻ പറ്റാതെ അവിടെ കിടക്കണം. വർഗീയവാദ സ്വരൂപമാകുന്ന കുഴൽ. മമ്മൂട്ടിയുടെ വിജയം യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഏക അഗ്രതയാണ്, സിനിമാ അഭിനയത്തോടുള്ള ഏക അഗ്രത. ഇപ്പം ഞാൻ പോയിട്ട് അദ്ദേഹത്തിന് ഒരു സിനിമയിൽ ഞാനൊരു പ്രൊഡ്യൂസർ ഒരു സംവിധായകനുമായിട്ട് പോയിട്ട് അദ്ദേഹത്തെ കണ്ട് കോൾ ഷീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ കഥയെക്കുറിച്ച് രൂപം കൊടുത്ത് ഞങ്ങളുടെ ഉടനെ തന്നെ വലിയ സന്തോഷവനാകും. കാരണം ഇത്രയായിട്ട് പോലും ഒരു പുതിയ കഥാപാത്രം ഒരു പുതിയ സിനിമ കിട്ടുമ്പോൾ പുതുമുഖത്തിന് സിനിമ കിട്ടിയ പോലെ അദ്ദേഹത്തിൻ്റെ ചിന്തകൾ മുഴുവൻ അവിടെ നിൽക്കുകയാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ചൊവ്വയിലേക്കൊന്ന് പോയാൽ കൊള്ളാമെന്നുണ്ട്, അല്ലെങ്കിൽ അന്റാർട്ടിക്കയിൽ ഒരു ടൂർ പോയാൽ കൊള്ളാമെന്നുണ്ട്, അല്ലെങ്കിൽ ടൈറ്റാനിക് കാണാൻ പോകണമെന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ബിസിനസ് ആരംഭിക്കണമെന്നുണ്ട്, അതിൻ്റെ ഇടയിൽ കുറച്ച് രാഷ്ട്രീയം വേണമെന്നുണ്ട്. നമ്മുടെ ചെമ്പുകോഴിയുടെ പോലെ ഇതൊന്നും അങ്ങനെയൊക്കില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ വിജയം, ഏക അഗ്രത, സിനിമയിലുള്ള ഏക അഗ്രത. പണ്ട് സത്യനും പ്രേം നസീറൊക്കെ അങ്ങനെയായിരുന്നു. അവർ സിനിമാക്കാരാണ്, സിനിമയിൽ മാത്രമാണ് അവർക്ക് ശ്രദ്ധയുണ്ടായിരുന്നത്. അങ്ങനെയുള്ള മമ്മൂട്ടിയെ വെറും ഒരു മുഹമ്മദ് കുട്ടിയാക്കി മാറ്റിയെടുക്കാനാണ് അതിൻ്റെ ശ്രമമാണ് നടക്കുന്നത്. അങ്ങനെ ഒരു വർഗീയവാദിയാക്കി മാറ്റണം, വെറും ഒരു മുസ്ലിമായിട്ട് മാറ്റണം, വർഗീയവാദിയായിട്ടുള്ള മുസ്ലിമായിട്ട് മാറ്റണം. മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അറിയാതെ തന്നെ മമ്മൂട്ടി തീർത്തും മുസ്ലിം സമൂഹത്തിനൊരു തിലകമാണ്. എല്ലാവർക്കും തിലകമാണ്. മുസ്ലിം സമൂഹത്തിൽ പ്രത്യേകിച്ചും പറയാം, ഞങ്ങളുടെ ആളാ, അത് പറയും, സ്വാഭാവികമാണത്. അങ്ങനെയൊരു തിലകമാകാനും അതിനെ നിലനിർത്താനും മമ്മൂട്ടി എന്തെങ്കിലും രീതിയിൽ ശ്രമിച്ചതായിട്ട് എവിടെയും കേട്ടിട്ടില്ല. അങ്ങനെയുണ്ടെങ്കിൽ വലിച്ചു വാരുമല്ല, കേട്ടിട്ടില്ല. സിനിമാ രംഗത്താണ് നിൽക്കുന്നത്. ഹിംസ്ര ജന്തുക്കളുള്ള കാട്ടിൽ പോയിട്ട് ഒരു കുട്ടി രക്ഷപ്പെടുന്നതെന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ലല്ലോ. അവിടെ നിന്നിട്ട് പോലും തൻ്റെ മതപരമായിട്ടുള്ള ആചാര അനുഷ്ഠാനങ്ങൾ അഥവാ ഇസ്ലാമിനോടുള്ള ആ ആദരവ് അതൊരു തരത്തിലും ഒരിക്കൽ പോലും അദ്ദേഹം അതിനൊരു കുറവും വരുത്തിയിട്ടില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഒരു ഉത്തമനായിട്ടുള്ള അനുകരണീയനായിട്ടുള്ള മുസ്ലിമായിട്ട് നിലകൊണ്ടതും മറ്റെല്ലാവർക്കും ബഹുമാനിതനായതും ആദരണീയൻ ആയിപ്പോയതും. അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം സമുദായം, മലയാള മുസ്ലിം സമൂഹത്തിന് അദ്ദേഹം ഒരു തിലകമായിട്ട് മാറിയത്. അവരുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് നമ്മളുടെ എല്ലാവരുടെയും, മുസ്ലിം സമുദായത്തിൻ്റെ മാത്രമല്ല. പക്ഷേ ഈ പറയുന്ന എരപ്പാളിക്കൂട്ടങ്ങൾക്ക് മുസ്ലിം സമൂഹത്തിൻ്റെ മുസ്ലിമായിട്ടുള്ള നടൻ അദ്ദേഹത്തിൻ്റെ എല്ലാ മനസ്സാ വജസ്സാ കർമ്മണിയുള്ള പ്രവർത്തനവും മറ്റുള്ള മതങ്ങളെ തരം താത്താനും മുസ്ലിമിനെ വളർത്താനും ആലോചിച്ച് നോക്കുക. എന്തൊരു കണ്ടുപിടുത്താണെന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പം അദ്ദേഹം അഭിനയിച്ച എല്ലാ സിനിമകളും ചികഞ്ഞു നോക്കാനാണ് പറഞ്ഞത്. എല്ലാത്തിലും ഹിന്ദു വർഗീയത, ഹിന്ദുവിനെ അധിക്ഷേപിക്കുന്നൊരു രൂപം കാണാമെന്നാണ് പറയുന്നത്. അദ്ദേഹം
മുസ്ലിങ്ങളുടെ വേഷം കെട്ടിയിട്ട് അഭിനയിച്ചിട്ടുണ്ട്, മുസ്ലിങ്ങളുടെ വേഷം കെട്ടിയിട്ട് വില്ലനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്, കള്ളുകൂടിയനായിട്ടുള്ള ക്രിസ്ത്യാനിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആരും പറഞ്ഞിട്ടുണ്ടോ അദ്ദേഹം മുസ്ലിം വിരോധിയാണ് അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിരോധിയാണെന്ന്. പക്ഷെ ഇപ്പോൾ എടുത്ത് പൊന്തിക്കുകയാണ്. കാരണം അത് വടക്ക് നിന്നുള്ളൊരു കാറ്റ്, മതവർഗീയത, വെറുപ്പിൻ്റെ വിത്ത് പാടി നടക്കുന്നുണ്ടല്ലോ അവിടെ. സംഘപരിവാർ ടീം, മോഡി ടീം, ആ കാറ്റ് ഇവിടെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കാറ്റ് ഇത്തരം പ്രഭാവമുള്ള ആളുകൾ വെറുതെ നിന്നാൽ പോലും അവരെ മറികടന്ന കാറ്റിന് പോകാൻ കഴിയില്ല. അവിടെ കേരളത്തിലെ മുസ്ലിങ്ങളെ, കേരളത്തിൽ ഇസ്ലാം അതിനെ അധിക്ഷേപിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളെ കൂടി ഇല്ലാതാക്കണം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളെ കൂടി അവരുടെ ആ പ്രഭ ഇല്ലാതാക്കി മാറ്റണം. അതിന് വേണ്ടിയിട്ട് ആ ചാണകവെള്ളം കൊണ്ടിറക്കണം മേലെ ഒഴിക്കാൻ വേണ്ടിയിട്ട്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഗുണങ്ങൾ തന്നെയാണ് സിനിമാ രംഗത്ത് അദ്ദേഹത്തിന് തിളക്കത്തിന് ആധാരമായിട്ട് നിൽക്കുന്നത്. യാതൊരു വിധത്തിലുള്ള വൃത്തികേടും കാണിക്കുന്നില്ല. കനകം മൂലം, കാമിനി മൂലമൊന്നും അദ്ദേഹത്തിനെ അധിക്ഷേപിക്കാൻ പറ്റില്ല. മദ്യപാനത്തിൻ്റെ പേരിൽ അധിക്ഷേപിക്കാൻ പറ്റില്ല. അവിടെ കയറി കഴിഞ്ഞാൽ പലരും പല കാലത്തരങ്ങളും കാണിക്കുമല്ലോ. അതൊന്നുമില്ല, അത്ര മനുഷ്യനാണ് അദ്ദേഹം. ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം കേരളത്തിലെ 3.5 കോടി ജനങ്ങളെ ചാപ്പ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, കോളേജിൽ പഠിക്കുന്ന സമയത്തൊന്നും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ അങ്ങനെയല്ല. ആരാണെങ്കിൽ പോലും അവൻ്റെ തുരുത്തിലേക്ക് മാറ്റപ്പെടുകയാണ്. ഹിന്ദുത്വവാദികളെ തുരുത്ത്, മുസ്ലിങ്ങളായിട്ട് ചാപ്പ കുത്തുന്നു, ക്രിസ്ത്യാനികളായിട്ട് ചാപ്പ കുത്തുന്നു. വയലാർ പാടിയ പോലെ ഹിന്ദുവായി, മുസൽമാനായി, ക്രിസ്ത്യാനിയായി, കണ്ടാൽ അറിയാതായി, മനുഷ്യന്മാരില്ലാതായി എന്നർത്ഥം. മനുഷ്യന്മാർക്ക് പല രൂപങ്ങളും ഭാവങ്ങളും വന്നു. ഇവിടെ മനുഷ്യനില്ല. ഇപ്പം എല്ലാം ഹിന്ദു അങ്ങനെയാക്കി മാറ്റാൻ ശ്രമിക്കുന്ന വലിയൊരു സമൂഹത്തിൻ്റെ, സംഘപരിവാർ സമൂഹത്തിൻ്റെ പല കുടിലതന്ത്രങ്ങളും പല രൂപത്തിലും വിജയിക്കുകയാണ്. പക്ഷെ ഇങ്ങനെയുള്ള മഹാസ്തംഭങ്ങൾ അതവർക്കൊരു തടസ്സമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പം അതിനെയും തള്ളി താഴെ ഇടണം. അതിനെയും ഒരു കൊച്ചു തുരുത്തിലേക്ക്, മമ്മൂട്ടിയോ അയാളൊരു മുസ്ലിം അല്ലേ, അയാൾ അങ്ങോട്ട് പോട്ടെ, മുസ്ലിം തുരുത്തിലേക്ക് പോട്ടെ. ഞാൻ തൃശ്ശൂർ ഭാഷയിൽ മുസ്ലിം എന്നതിനെ നമ്മൾ പണ്ട് എൻ്റെ മുത്തച്ഛനെ വിളിച്ചത് ജോനോ എന്നാണ് വിളിച്ചത്. ജോനോൻ, ശരിയായിട്ട് പറഞ്ഞാൽ ജോനകൻ, എങ്ങനെയാ പേര് വന്ന് എനിക്കറിയില്ല. അപ്പം മമ്മൂക്കയെ വെറുമൊരു മുഹമ്മദ് കുട്ടിയാക്കണം, വെറൊരു ജോനോനാക്കി മാറ്റണം. ഇതാണ് അതിൻ്റെ താല്പര്യം. അതാണ്. അതിന് ഇന്നത്തെ സാഹചര്യത്തിൽ ആരും തന്നെ, ഒരു മീഡിയയും ഒരു വർത്തമാന പത്രവും ഒന്നും അതിന് കൂട്ടു നിൽക്കില്ല. രാഷ്ട്രീയക്കാർ കൂട്ടു നിൽക്കില്ല, സാഹിത്യകാരന്മാർ കൂട്ടു നിൽക്കില്ല, സെലിബ്രിറ്റികൾ കൂട്ടു നിൽക്കില്ല, ആക്ടിവിസ്റ്റുകൾ കൂട്ടു നിൽക്കില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ അടി മുതൽ മുടി വരെ പരിശോധിച്ചാലും അങ്ങനെ ഒരു കറുത്ത പാട് കാണാൻ കഴിയില്ല. ഒരു മുസ്ലിം തുരുത്തിലേക്ക് മാറി എന്നുകൊണ്ട് ഹിന്ദുവിൻ്റെ മേലെ, ക്രിസ്ത്യാനിയുടെ മേലെ വിരൽ ചൂണ്ടുന്ന ഒരു മമ്മൂട്ടിയെ ഒരിക്കലും കാണാൻ കഴിയില്ല. പിന്നെ സിനിമയിൽ അഭിനയിക്കും, കള്ളുകുടിയനായിട്ട് അഭിനയിക്കും, അതിൻ്റെ അടുത്ത് കള്ളുകുടിയെന്നാണോ? പെണ്ണുപിടിയനായിട്ട് അഭിനയിക്കും, അതിൻ്റെ അടുത്ത് പെണ്ണുപിടിയെന്നാണോ? പിച്ചക്കാരനായിട്ട് അഭിനയിക്കും, അതിൻ്റെ പേരിൽ പിച്ചക്കാരൻ എന്നാണോ? രാപ്പുകൾ സിനിമയിൽ എഴുതാനും വായിക്കാനും അറിയാത്ത ആളായിട്ടാണ് അങ്ങനെ. എഴുതാനും വായിക്കാനും അറിയില്ല പാവത്തിന്. എന്താ അങ്ങനെ വിദ്യാഭ്യാസം ഇല്ലാത്തവനാണോ? അഭിനയം വേറെ, ജീവിതം വേറെ. ജീവിതമാണ് നോക്കി കാണേണ്ടത്. ആ സിനിമയിൽ അങ്ങനെ അഭിനയിച്ചു, ആ സിനിമയിൽ ഇങ്ങനെ ഡയലോഗ് പറഞ്ഞു, അതെല്ലാം നോക്കി കണ്ട. അത് ചെയ്യുന്നവരുണ്ട്. ഞാനിടുന്ന മറ്റേ വീഡിയോൻ്റെ ഹെഡിങ് മാത്രം നോക്കിയിട്ട് അഭിപ്രായം പറയുന്ന ആൾക്കാരുണ്ട്. ജൂൺ 5-ാം തീയതി ശോഭാവധം എന്നെഴുതി, ശോഭാ സുരേന്ദ്രൻ്റെ. അതിൻ്റെ അർത്ഥം ജൂൺ 5-ാം തീയതി 4-ാം തീയതി കഴിഞ്ഞാൽ 5-ാം തീയതി അവിടെ അടിപിടി ഉണ്ടാവും, BJP അകത്തന്നെ അടിപിടി ഉണ്ടാകും, തമ്മിൽ മുക്കാൻ ശ്രമിക്കും. അതിനെ ഞാൻ ഒരു നല്ല അർത്ഥത്തിൽ, സാഹിത്യ അർത്ഥത്തിൽ എൻ്റെ കഴിവ് വെച്ച് പറഞ്ഞു, ജൂൺ 5-ാം തീയതി ശോഭാവധം. ഒരാൾ വിളിച്ചു വന്നിരിക്കുകയാണ്, നിങ്ങൾ ശോഭയെ കൊല്ലുമെന്ന് പറഞ്ഞു വന്നു. ഈ ഹെഡിങ് മാത്രം വായിച്ച് ചേർച്ചാൽ അങ്ങനെയാണ്. ഈ സംഘി പണ്ടാരങ്ങൾക്ക് വായനാശീലമില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. വിദ്യാവിരോധികളാണ് വിറ്റകൾ. അപ്പോൾ അതാകട്ടെ. ഇപ്പോൾ പറഞ്ഞു വരുന്നത് മമ്മൂക്കയെ വെറും ഒരു ജോനോനാക്കി മാറ്റിയാൽ പലവരുടെ വിങ്ങൽ അതാണ്. പക്ഷെ അതിനാരും കൂട്ടു നിൽക്കുന്നില്ല.
അപ്പോഴാണ് തേർഡ് റേറ്റ് ഏറ്റവും വൃത്തികെട്ട്, എല്ലാ അർത്ഥത്തിലും വൃത്തികെട്ട് മറുകാടൻ എരപ്പാളി എന്ന് പറഞ്ഞ ചാനലിനെ കണ്ടെത്തിയത്. അവിടെ ഇരുന്നുകൊണ്ട് മമ്മൂട്ടിക്കെതിരെ വിദ്വേഷം ഇങ്ങനെ ഛർദ്ദിച്ചതും ഒരുത്തൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ മറുപടി എങ്ങനെ അറിയോ? മൗനത്തിലൂടെയാണ്. ഒരു നടി, നിങ്ങൾക്കറിയാം, പാർവതി പറഞ്ഞൊരു നടി, ഇപ്പം വീണ്ടും ഞാൻ അവരെ വലിച്ചടയ്ക്കുന്നില്ല, പക്ഷെ ഞാൻ പറഞ്ഞത് മാത്രം, അവരെന്തോ ഒരു സിനിമയായിട്ട് ബന്ധപ്പെട്ട്, കസബ സിനിമയായിട്ട് ബന്ധപ്പെട്ട് മമ്മൂട്ടി ഒരു പെൺവിരോധിയാണ്, സ്ത്രീ വിരോധിയാന്നൊക്കെ എന്തോ പറഞ്ഞ് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. മമ്മൂട്ടി അതിനെക്കുറിച്ച് ഒന്നും പറയാൻ പോയില്ല. പക്ഷെ പത്രക്കാർ മുഴുവൻ ഇളകി വശായി. നമുക്കൊന്നും പറയുന്നില്ല. പലരും ചോദിച്ചു, അങ്ങനെയൊന്നും പറയുന്നില്ല. അവസാനം ഇതെല്ലാം കൂടി സിദ്ദിഖിൻ്റെ തലയിൽ, നടൻ സിദ്ദിഖിൻ്റെ തലയിൽ. അവസാനം സിദ്ദിഖ് പോയിട്ട് മമ്മൂക്കിയോട് പറഞ്ഞു, മമ്മൂക്ക നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറ, എനിക്കിരിക്കെ പ്രതിയില്ലാണ്ടായി, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറ. അപ്പോൾ അങ്ങനെ പറഞ്ഞെന്താണെന്നറിയാം മമ്മൂക്ക, കുട്ടികളല്ലേടാ, അവരെന്തെങ്കിലും പറയട്ടെ എന്ന് ആലോചിച്ച് നോക്കും. അവിടെ അവസാനിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മേലെ സ്ത്രീവിരോധ ആ പ്രോഗ്രാം അദ്ദേഹത്തിൻ്റെ മേലെ ആട്രിബ്യൂട്ട് ചെയ്ത് എല്ലാവരും അവിടെ അവസാനിക്കുക. അദ്ദേഹം വളരെ നിസ്സാരമായിട്ട് തള്ളിക്കളഞ്ഞത്, കുട്ടികളല്ലടാ അവരെന്തെങ്കിലും പറയട്ടെ എന്ന്. അതേ നടി അദ്ദേഹത്തിൻ്റെ കാൽ തൊട്ട് വണങ്ങുന്നത് കണ്ടിട്ടുണ്ട്, എവിടെ ഒരു പ്രോഗ്രാമിന് എന്തൊരു അവാർഡ് വാങ്ങിച്ചിട്ട്. അതാണ് മമ്മൂട്ടി. മൗനത്തിലൂടെയാണ് അദ്ദേഹം മഹാവിസ്ഫോടനം നടത്തുന്നത്. ആ മമ്മൂക്കയുടെ മുമ്പിൽ ഇത്തവണയും ഈ സംഘി ഗുണ്ട്, ഈ മറുകാടൻ എരപ്പാളിയുടെ ഗുണ്ട് വെറും ഉണ്ടച്ചുരുട്ടായിട്ട് പോകും, അതിൽ യാതൊരു സംശയവുമില്ല. മക്കളെ, ഇത് കേരളമാണ് കേട്ടോ. നിങ്ങളുടെ ഉത്തരേന്ത്യൻ കാറ്റ് ഇവിടെ എത്ര ആഞ്ഞു വീശിയാലും അതിൻ്റെ പേരിൽ ഒരു ഇല പോലും ഞെട്ടറ്റ് വീഴില്ല കേട്ടോ. ഇവിടെ മുസ്ലിമുണ്ട്, ഇവിടെ ക്രിസ്ത്യാനിയുണ്ട്, ഇവിടെ ഹിന്ദു ഉണ്ട്. പക്ഷെ നിങ്ങൾ വിചാരിച്ച പോലെ അവർ വേറെ വേറെ തുരുത്തുകളിലല്ല നിൽക്കുന്നത്, അവരോട്ട് നിൽക്കാനും പോകുന്നില്ല. നമസ്കാരം.